പ്രിയപ്പെട്ടവരെ നമസ്കാരം. +2 തുല്യതയുടെ അക്ഷരക്കേളിലെ ചോദ്യങ്ങളുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വേഗം തന്നെ കേൾക്കുക, നാളെ പരീക്ഷയാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. വേഗം ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം. മഹായാന ബുദ്ധമതത്തെക്കുറിച്ച് നോക്കാം. ബുദ്ധമതത്തിൽ പിൽക്കാലത്ത് ഉണ്ടായ വലിയൊരു വിഭാഗമാണ് മഹായാന ബുദ്ധമതം. ബുദ്ധമതത്തിൽ പിൽക്കാലത്തുണ്ടായ വലിയൊരു വിഭാഗം. ബുദ്ധനെ ഒരു മനുഷ്യ ഗുരുവായി കാണുന്നതിന് പകരം ദൈവമായി ഇവർ ആരാധിച്ചു. ഒരു മനുഷ്യ ഗുരുവായി കാണുന്നതിന് പകരം ദൈവമായിട്ടാണ് ഇവർ ആരാധിച്ചത്. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ആരാധിക്കുന്ന രീതി ഇവർ ആരംഭിച്ചു. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ആരാധിക്കുന്ന രീതി. മറ്റുള്ളവരുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന വലിയ സങ്കല്പത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകി. മറ്റുള്ളവരുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന വലിയ സങ്കല്പത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകി. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. 1917 ബീഹാറിലെ ചമ്പാരനിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് 1917 യൂറോപ്യൻ തോട്ടമുടമകൾ അവിടുത്തെ കർഷകരെ നിർബന്ധിതമായി നീലം കൃഷി ചെയ്യിക്കുന്നതിനെതിരായിരുന്നു ഈ സമരം. യൂറോപ്യൻ തോട്ട ഉടമകൾ അവിടുത്തെ കർഷകരെ നിർബന്ധമായി നീലം കൃഷി ചെയ്യിച്ചു. ഇതിനെതിരായിട്ടായിരുന്നു ഈ സമരം നടന്നത്. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നത് സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ഗാന്ധിജി ഇടപെട്ടതോടുകൂടി കർഷകരുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായി. അതുതന്നെയാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 1946 ബ്രിട്ടീഷ് സർക്കാർ അയച്ച ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി 1946 ബ്രിട്ടീഷ് സർക്കാർ അയച്ച ദൗത്യ സംഘം. ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ: ഇന്ത്യയിലെ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക. ഇന്ത്യയിലെ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക. രണ്ടാമത്തേത്, ഇന്ത്യക്ക് പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. ഇന്ത്യക്ക് ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. മൂന്നാമത്തേത്, താൽക്കാലിക ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വരുത്തുക. താൽക്കാലിക ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വരുത്തുക. മറ്റൊരു ചോദ്യം: ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? 1. കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും. മഴയുടെ അളവ് കുറഞ്ഞതും നദികൾ വറ്റിവരണ്ടതും കൃഷിയെ ബാധിച്ചു. മഴയുടെ അളവ് കുറഞ്ഞു, നദികൾ വറ്റിവരണ്ടു, അതോടെ കൃഷി ഇല്ലാതെയായി. മറ്റൊന്ന് വമ്പിച്ച പ്രകൃതിക്ഷോഭങ്ങളാണ്. സിന്ധു നദിയിലുണ്ടായ ആവർത്തിച്ചിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ നഗരങ്ങളെ തകർത്തു കളഞ്ഞു. സിന്ധു നദിയിലുണ്ടായിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ നാഗരികതയെ നശിപ്പിച്ചു. വിദേശ ആക്രമണങ്ങൾ. ആര്യന്മാരുടെ അധിനിവേശം മൂലമാണ് ഹാരപ്പ തകർന്നതെന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. ആര്യന്മാരുടെ അധിനിവേശം. വനനശീകരണം ഒരു കാരണമായി പറയുന്നുണ്ട്. വിറകിനും ഇഷ്ടിക ചുട്ടെടുക്കുന്നതിനും വേണ്ടി വൻതോതിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ തകർത്ത് കളഞ്ഞെന്നും അങ്ങനെയും നാശമുണ്ടായതായി പറയപ്പെടുന്നു. അടുത്ത ചോദ്യം: ചിഷ്തി സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ ഒരു ചിഷ്തി ഒരു സമ്പ്രദായമാണ്. അപ്പം ചിഷ്തി സമ്പ്രദായത്തിലെ സൂഫികൾ ലളിതവും ദരിദ്രവുമായ ജീവിതമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പം ചിഷ്തി സമ്പ്രദായത്തിലെ സൂഫികൾ ലളിതവും ദരിദ്രവുമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇവരുടെ ആശ്രമങ്ങളെ ഖാൻഖാവുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഖാൻഗാഹുകളിലേക്ക് ഒത്തുകൂടുകയും ആത്മീയ ചർച്ചകളിൽ പങ്കാളികളാകുകയും ചെയ്തു. അപ്പോൾ ഖാൻഗാഹുകളിലേക്ക് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുകയും ചർച്ചകളിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. ഭരണാധികാരികളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ഇവർ അകലം പാലിച്ചു.
പണം സമ്പാദിക്കുന്നതിന് പകരം ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് അന്നത്തെ കാര്യങ്ങൾ നടത്തിപ്പോന്നു. ഭരണാധികാരികളിൽ നിന്ന്, രാജാക്കന്മാരിൽ നിന്നൊക്കെ ഇവർ കൃത്യമായ അകലം പാലിച്ചു. പണം സമ്പാദിക്കുന്നതിന് പകരം ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് അന്നത്തെ കാര്യങ്ങൾ നടത്തിപ്പോന്നിരുന്നു. ഈശ്വരനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ സംഗീതത്തെയും നൃത്തത്തെയും അവർ മാധ്യമമാക്കി. ഈശ്വരനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ സംഗീതവും അതുപോലെ സമാ എന്നാണ് അറിയപ്പെടുന്നത് നൃത്തത്തെയും അവർ മാധ്യമമാക്കി. നമുക്കിനി വിജയനഗര സാമ്രാജ്യത്തിലെ അമരനായകന്മാരെ കുറിച്ച് ഉള്ള ചോദ്യം നോക്കാം കേട്ടോ. അമരനായകന്മാർ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എല്ലാ ചോദ്യപേപ്പറിലും കാണുന്നൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികളായിരുന്നു അമരനായകന്മാർ. വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികൾ. രാജാവാണ് ഇവരെ നിയമിച്ചിരുന്നത്. രാജാവാണ് ഈ അമരനായകന്മാരെ നിയമിച്ചിരുന്നത്. ഇവർക്ക് ഭരിക്കാനും നികുതി പിരിക്കാനുമായി പ്രത്യേക പ്രദേശങ്ങൾ, അതായത് അമരങ്ങൾ രാജാവ് നൽകിയിരുന്നു. ഇവർക്ക് ഭരിക്കാനും നികുതി പിരിക്കാനുമായി പ്രത്യേക പ്രദേശങ്ങൾ അമരം രാജാവ് നൽകിയിരുന്നു. പിരിച്ചെടുക്കുന്ന നികുതി പണത്തിൽ ഒരു പങ്ക് ഇവർ സ്വന്തം ആവശ്യങ്ങൾക്കും കുതിരകൾ, ആനകൾ എന്നിവയടങ്ങുന്ന സൈന്യത്തെ പരിപാലിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. പിരിച്ചെടുക്കുന്ന നികുതി പണത്തിൽ ഒരു പങ്ക് ഇവർ സ്വന്തം ആവശ്യങ്ങൾക്കും കുതിരകൾ, ആനകൾ എന്നിവയടങ്ങുന്ന സൈന്യത്തെ പരിപാലിക്കുന്നതിനുമായി ഉപയോഗിച്ചു. വർഷത്തിലൊരിക്കൽ ഇവർ രാജാവിന് വൻതോതിൽ സമ്മാനങ്ങൾ നൽകുകയും തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വർഷത്തിലൊരിക്കൽ ഇവർ രാജാവിന് വൻതോതിൽ സമ്മാനങ്ങൾ നൽകുകയും തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊന്ന് ചോദ്യമാണ് തിണകളെക്കുറിച്ച് വിവരിക്കുക. തിണകൾ എന്ന് പറയുന്നത് സംഘകാലത്തിൽ വരുന്ന തമിഴകത്ത്, ദക്ഷിണേന്ത്യയിലാണ്, തമിഴകത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് തിണകൾ. അപ്പം സംഘകാലത്തെ തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ 5 ഭൂമിശാസ്ത്രപരമായ വിഭജനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പം എന്തിൻ്റെയൊക്കെയാണ്? ഭൂപ്രകൃതിയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ 5 ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിഭജനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് കുറിഞ്ചിയാണ്. ഇത് മലമ്പ്രദേശങ്ങളാണ്. കുറിഞ്ചി എന്നത് മലമ്പ്രദേശങ്ങളാണ്. വേട്ടയാടലും തേൻ ശേഖരിക്കലുമായിരുന്നു തൊഴിൽ. കുറിഞ്ചി മലമ്പ്രദേശങ്ങളാണ്. ഇവിടെ വേട്ടയാടലും തേൻ ശേഖരിക്കലുമായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട തൊഴിൽ. രണ്ടാമത്തേത് മുല്ലൈ. മുല്ലൈ എന്നത് കാട്ടുപ്രദേശങ്ങളാണ്. മുല്ലൈ കാട്ടുപ്രദേശങ്ങളാണ്. കന്നുകാലി വളർത്തലും ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു. കന്നുകാലി വളർത്തലാണ് പ്രധാനപ്പെട്ട തൊഴിൽ. മരുതം എന്നാൽ വയൽ പ്രദേശങ്ങളാണ്. മരുതം പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്നു. മരുതം വയൽ പ്രദേശങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്നു. നെയ്തൽ തീരപ്രദേശങ്ങളാണ്. നെയ്തൽ എന്ന് പറയുന്നത് അവിടെ മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലും പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു. നെയ്തൽ തീരപ്രദേശങ്ങളാണ്. മീൻപിടുത്തവും ഉപ്പുണ്ടാക്കലുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ. ഇനി അഞ്ചാമത്തേത് പാലൈയാണ്. പാലൈ എന്ന് വെച്ചാൽ വരണ്ട മണൽ പ്രദേശങ്ങളാണ്. പാലൈ വരണ്ട മണൽ പ്രദേശങ്ങൾ. കവർച്ചയും കൊള്ളയടിക്കലുമൊക്കെയായിരുന്നു ഇവിടെ തൊഴിൽ. മറ്റുള്ള തിണകളിൽ പോയി അവരുടെ സാധനങ്ങൾ, സാമഗ്രികൾ മോഷ്ടിച്ചുകൊണ്ട് വരലൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പം 5 തിണകളുടെ പേര് കൃത്യമായിട്ട് ഓർക്കുക. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. ജൈനമത തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. പഞ്ചമഹാവ്രതങ്ങൾ ഏതൊക്കെയാണ്? അഹിംസ, സത്യം, അതുപോലെ അപരിഗ്രഹം, മറ്റൊന്ന് ബ്രഹ്മചര്യം. അപ്പോൾ ഒന്നുകൂടി പറയാം. 1 അഹിംസ, 2 സത്യം, 3 അസ്തേയം. അസ്തേയം എന്ന് വെച്ചാൽ അപഹരിക്കാതിരിക്കൽ എന്നാണ് അർത്ഥം കേട്ടോ. 3ാമത്തേതാണ് അസ്തേയം. 4ാമത്തേത് അപരിഗ്രഹമാണ്, അമിതമായി സമ്പാദിക്കാതിരിക്കലാണ്. 5ാമത്തേത് ബ്രഹ്മചര്യം. ഒന്നും കൂടി: അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. അപ്പം ജൈനമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് അഹിംസ എന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും കല്ലിനും മണ്ണിനും വരെ ജീവനുണ്ടെന്നും അവയെ ഉപദ്രവിക്കരുതെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല ജീവനുള്ളത്, എല്ലാ ജീവജാലങ്ങൾക്കും, മൃഗങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, കല്ലിന്, മണ്ണിന്, എല്ലാവത്തിനും ജീവനുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്.
കർമ്മ സിദ്ധാന്തമാണ് മറ്റൊന്ന്. മനുഷ്യൻ്റെ ജീവിതവും പുനർജന്മവും അവൻ്റെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതവും പുനർജന്മവും അവൻ്റെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല കർമ്മങ്ങളിലൂടെ മാത്രമാണ് മോക്ഷം സാധ്യമാകൂ. മനുഷ്യൻ്റെ ജീവിതവും പുനർജന്മവും അവൻ്റെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല കർമ്മങ്ങളിലൂടെ മാത്രമാണ് മോക്ഷം സാധ്യമാകൂ. മറ്റൊന്ന് ത്രിരത്നങ്ങളാണ്. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി എന്നിവയിലൂടെ ഒരാൾക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനാകും. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി എന്നിവയിലൂടെ ഒരാൾക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനാവും. ഇനി അൽ-ബറൂണി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയാണ്? അൽ-ബറൂണി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മറ്റു രാജ്യങ്ങളിലെ സാമൂഹിക വിഭജനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് വിവരിക്കുന്നത്. അൽ-ബറൂണി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മറ്റു രാജ്യങ്ങളിലെ സാമൂഹിക വിഭജനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് വിവരിക്കുന്നത്. ഉദാഹരണത്തിന്, പുരാതന പേർഷ്യയിലെ 4 സാമൂഹിക വിഭാഗങ്ങൾ. ഇന്ത്യയിലെ ചാതുർവർണ്ണ്യ സമ്പ്രദായം ആരൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പോൾ ഇന്ത്യയിൽ ചാതുർവർണ്ണയമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് ബ്രാഹ്മണരാണ്, 2 ക്ഷത്രിയരാണ്, 3 വൈശ്യരാണ്, 4 ശൂദ്രരാണ്. ഇത് അദ്ദേഹം പേർഷ്യയിലെ 4 സാമൂഹ്യ വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ബ്രാഹ്മണരാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെന്നും ശൂദ്രർ താഴ്ന്ന സ്ഥാനത്താണെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രാഹ്മണർ ഏറ്റവും മുകളിലാണ്, ശൂദ്രർ ഏറ്റവും താഴെയിലാണ്. എന്നാൽ ജാതി വ്യവസ്ഥയിലെ ഐത്തം എന്ന സങ്കല്പത്തെ അൽ-ബറൂണി പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ജാതി വ്യവസ്ഥയിലെ ഐത്തത്തെ ബറൂണി പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും അശുദ്ധമായാൽ ശുദ്ധിയിലേക്ക് തിരിച്ചു വരുമെന്നും അതിനാൽ മനുഷ്യരിൽ ഐത്തം കൽപ്പിക്കുന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഒന്നുകൂടി പറഞ്ഞു തരാം. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും അശുദ്ധമായാൽ ശുദ്ധിയിലേക്ക് തിരിച്ചു വരുമെന്നും അതിനാൽ മനുഷ്യരിൽ ഐത്തം കൽപ്പിക്കുന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. വ്യവസ്ഥക്ക് പുറത്തുള്ള അന്ത്യജർ എന്ന താഴ്ന്ന വിഭാഗത്തെക്കുറിച്ചും അവരുടെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അന്ത്യജർ ഇവരൊന്നും അല്ലാത്ത ആൾക്കാരാണ്, വ്യവസ്ഥയുടെ പുറത്തു നിൽക്കുന്നവരാണ്, ഒരു താഴ്ന്ന വിഭാഗമാണ്. അവരുടെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യം, 16 മഹാജനപദങ്ങളിൽ മഗധ എന്തുകൊണ്ട് ശക്തമായി തീർന്നു? ഒന്ന്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനമാണ്. മഗധയുടെ തലസ്ഥാനമായിരുന്ന രാജഗൃഹവും പിന്നീട് വന്ന പാടലിപുത്രവും മലകളാലും നദികളാലും സംരക്ഷിക്കപ്പെട്ട പ്രകൃതിദത്ത കോട്ടകളായിരുന്നു. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുമ്പോൾ മഗധയുടെ തലസ്ഥാനമാണ് രാജഗൃഹവും പിന്നീട് വന്ന പാടലിപുത്രവും. ഈ 2 പ്രദേശങ്ങളും മലകളാലും നദികളാലും സംരക്ഷിക്കപ്പെട്ട പ്രകൃതിദത്ത കോട്ടകളായിരുന്നു. മറ്റൊരു കാരണം ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഗംഗാ സമതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് വൻതോതിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഭരണകൂടത്തിന് കൂടുതൽ നികുതി വരുമാനം നൽകുകയും ചെയ്തു. ഇപ്പം ഗംഗാ സമതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് വൻതോതിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഭരണകൂടത്തിന് കൂടുതൽ നികുതി വരുമാനം നൽകുകയും ചെയ്തു. മറ്റൊന്ന് ഇരുമ്പ് നിക്ഷേപമാണ്. മഗധയുടെ പരിധിയിൽ വൻതോതിൽ ഇരുമ്പ് അയിര് നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മഗധയുടെ പരിധിയിൽ വൻതോതിലുള്ള ഇരുമ്പ് അയിര് നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശക്തമായ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. ഇത് ശക്തമായിട്ടുള്ള ആയുധങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ അവരെ സഹായിക്കുകയുണ്ടായി. മറ്റൊന്ന് ആനകളുടെ ലഭ്യതയാണ്. വനങ്ങളിൽ നിന്ന് വൻതോതിൽ ആനകളെ സൈന്യത്തിലേക്ക് ലഭിച്ചത് യുദ്ധങ്ങളിൽ ഇവർക്ക് വലിയ മേൽക്കൈ നേടാൻ കാരണമായി. വനങ്ങളിൽ നിന്ന് വൻതോതിൽ ആനകളെ ലഭിച്ചു. ഇത് യുദ്ധത്തിന് ആനയെ ഉപയോഗിച്ചു. അപ്പം ആനപ്പട കൊണ്ട് പല യുദ്ധങ്ങളിലും ഇവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു. മറ്റൊന്ന് ശക്തന്മാരായിട്ടുള്ള ഭരണാധികാരികളാണ്. ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ എന്നിവരൊക്കെ പ്രധാനപ്പെട്ട, മഹാപത്മനന്ദനും ബിംബിസാരനും അജാതശത്രുവൊക്കെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാക്രമശാലികളായ രാജാക്കന്മാരുടെ ആയിരുന്നു. ഈ രാജാക്കന്മാരുടെ നയങ്ങളാണ് മഗധയെ വിപുലമാക്കിയെന്ന് പറയാം. മറ്റൊരു ചോദ്യം മോഹൻജൊദാരോയിലെ നഗരാസൂത്രണമാണ്. അപ്പോൾ മോഹൻജൊദാരോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ ഹാരപ്പൻ
സംസ്കാരത്തിൽ വരുന്നതാണ്, എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ മോഹൻജൊദാരോയിലെ അല്ലെങ്കിൽ ഹാരപ്പയിലെ നഗരങ്ങളെ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് കോട്ട, സിറ്റാഡൽ എന്ന് വിളിക്കും. മറ്റൊന്ന് താഴ്ന്ന നഗരം, ലോവർ ടൗൺ. രണ്ടായിട്ടാണ് ഹാരപ്പൻ നഗരങ്ങളെ വിഭജിക്കുന്നത്. കോട്ട എന്നും താഴ്ന്ന നഗരം, കോട്ടയത്തെ സിറ്റാഡലാണ്. താഴ്ന്ന നഗരം വെച്ചാൽ ലോവർ ടൗൺ. ഉയരമുള്ള പീഠത്തിന്മേൽ നിർമ്മിച്ച കോട്ട പൊതു ആവശ്യങ്ങൾക്കും വലിയ താഴ്നഗരം ജനവാസ മേഖല, ഭരണകേന്ദ്രമായിരുന്നു കോട്ട എന്നത്. ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് താഴ്നഗരം എന്ന് പറയുന്നത്. ഇനി ആസൂത്രിതമായ തെരുവുകൾ ഉണ്ടായിരുന്നു. തെരുവുകളും റോഡുകളും പരസ്പരം ലംബമായി ഗ്രിഡ് പ്ലാൻ അനുസരിച്ച് മുറിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു. തെരുവുകളും റോഡുകളും പരസ്പരം ലംബമായി ഗ്രിഡ് പ്ലാൻ അനുസരിച്ച് മുറിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു. റോഡുകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകളിലായിരുന്നു. റോഡുകളാകട്ടെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകളിലായിരുന്നു. ശാസ്ത്രീയമായിട്ടുള്ള ഓവുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. നഗരാസൂത്രണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണിത്. ഓരോ വീടുകളിൽ നിന്നുമുള്ള മലിനജലം തെരുവിലെ പ്രധാന ഓടകളിലേക്ക് ഒഴുകിപ്പോകുന്ന രീതിയിലാണ് നിർമ്മിച്ചത്. ഓരോ വീട്ടിലെയും മലിനജലം തെരുവിലെ പ്രധാന ഓടയിലേക്ക് ഒഴുകിപ്പോകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരുന്നത്. മറ്റൊന്ന് ഗൃഹനിർമ്മാണമാണ്. വീടുകൾ ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ചുട്ട ഇഷ്ടികകൾ കൊണ്ട് അവരുടെ വീടുകൾ ഉണ്ടാക്കി. വീടിൻ്റെ നടുമുറ്റത്തിന് ചുറ്റുമായിട്ടാണ് മുറികൾ ഒരുക്കിയത്. അപ്പോൾ വീടിൻ്റെ നടുമുറ്റത്തിന് ചുറ്റുമായിട്ട് മുറികൾ ഒരുക്കിയിരുന്നു. സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. റോഡിലേക്ക് തുറക്കുന്ന ജനലുകൾ കുറവായിരുന്നു. മിക്ക വീടുകൾക്കും സ്വന്തമായി കിണറുകളും കുളിമുറികളും ഉണ്ടായിരുന്നു. മിക്ക വീടുകൾക്കും സ്വന്തമായിട്ട് കിണറുകൾ ഉണ്ടായിരുന്നു, കുളിമുറികൾ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നാണ് ദി ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം. കോട്ടക്കകത്ത് കാണപ്പെട്ട വലിയൊരു പൊതുകുളമാണിത്. വലിയൊരു പൊതുകുളമാണ് ഈ മഹാസ്നാനഘട്ടം അഥവാ ഗ്രേറ്റ് ബാത്ത്. മതപരമായ ചടങ്ങുകളുടെ ഭാഗമായുള്ള സ്നാനത്തിനാണ് ഇത് ഉപയോഗിച്ചത്. മതപരമായ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള സ്നാനത്തിനാണ്, കുളിക്കലിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. വെള്ളം ചോർന്നു പോകാതിരിക്കാൻ ജിപ്സം ചേർത്ത ചാന്താണ് ഉപയോഗിച്ചത്. വെള്ളം ചോർന്നു പോകാതിരിക്കാൻ ജിപ്സം ചേർത്ത ചാന്ത് ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്ത ചോദ്യം, 1857 കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും ബ്രിട്ടീഷുകാരുടെ ദത്തവകാശ നിരോധന നയമാണ് ഒരു കാരണം. ബ്രിട്ടീഷുകാരുടെ ദത്തവകാശ നിരോധന നയം ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. റാണി ലക്ഷ്മിബായിയും ഝാൻസിയും അതുപോലെ നാനാ സാഹിബിൻ്റെ കാൺപൂരും അവർക്ക് നഷ്ടപ്പെട്ടു. റാണി ലക്ഷ്മിബായിയുടെ ഝാൻസി, നാനാ സാഹിബിൻ്റെ കാൺപൂരും അവർക്ക് നഷ്ടപ്പെട്ടു. അവന്ത് പിടിച്ചടക്കിയതും ജനങ്ങളെ പ്രകോപിപ്പിച്ചു. അവന്ത് എന്ന പ്രദേശം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതും ജനങ്ങളെ പ്രകോപിപ്പിച്ചു. സാമ്പത്തിക കാരണങ്ങൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കടുത്ത നികുതി നയങ്ങൾ കാരണം കർഷകരും ഭൂവുടമകളും കടക്കെണിയിലായി. ബ്രിട്ടീഷുകാരുടെ കടുത്ത നികുതി നയങ്ങളാണ് ഇത് അവിടുത്തെ കർഷകരെയും ഭൂവുടമകളെയും കടക്കെണിയിലാക്കി. പരമ്പരാഗത കൈത്തറി കുടിൽ വ്യവസായങ്ങൾ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിലാത്തവരാക്കി മാറ്റി. ഇപ്പം കൈത്തറിയും കുടിൽ വ്യവസായങ്ങളെല്ലാം തകർന്നു പോയി. അങ്ങനെ നിരവധി ആളുകൾ തൊഴിലില്ലാത്തതായി തീർന്നു. അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലേക്കും ആവുകയും ചെയ്തു. മറ്റൊന്ന് സാമൂഹിക മതപരമായ കാരണങ്ങളാണ്. സതി നിർത്തലാക്കൽ, വിധവാ പുനർവിവാഹ നിയമം, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം എന്നിവ തങ്ങളുടെ മതത്തെയും ആചാരങ്ങളെയും നശിപ്പിക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമമാണ് എന്ന് ഇന്ത്യക്കാർ ഭയപ്പെട്ടു. സതി നിർത്തലാക്കൽ, വിധവാ പുനർവിവാഹം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഇവയെല്ലാം തങ്ങളുടെ മതത്തെയും ആചാരങ്ങളെയും നശിപ്പിക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമമാണ് എന്ന് ഇന്ത്യക്കാർ ഭയപ്പെട്ടു. സൈനിക കാരണങ്ങൾ. ഇന്ത്യൻ ശിപായിമാർക്ക് ബ്രിട്ടീഷ് സൈനികരെക്കാൾ കുറഞ്ഞ ശമ്പളവും മോശം പരിഗണനയുമാണ് ലഭിച്ചത്. അപ്പം ഇന്ത്യൻ പട്ടാളക്കാരെ ശിപായികൾ എന്നാണ് വിളിച്ചിരുന്നത്. അവർക്ക് ബ്രിട്ടീഷ് സൈനികരെക്കാൾ കുറഞ്ഞ ശമ്പളമാണ്, മോശം പരിഗണനയാണ് ലഭിച്ചത്. വിദേശ കടൽ കടന്നുള്ള യാത്രകൾക്ക് അവരെ നിർബന്ധിച്ചതും അസംതൃപ്തി കൂട്ടി. അപ്പോൾ ഹിന്ദു മതത്തിലേക്ക് വിദേശ യാത്ര പാടില്ലായിരുന്നു. വിദേശ കടൽ കടന്നുള്ള യാത്രകൾ അവരെ നിർബന്ധിച്ചത് അവരിൽ അസംതൃപ്തി ഉണ്ടാക്കി. ഇനി പെട്ടെന്നുണ്ടായ കാരണമാണ്. പുതിയ എൻഫീൽഡ് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും
കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത പരന്നു. അപ്പോൾ പുതിയ എൻഫീൽഡ് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരണ്ടിട്ടുണ്ട് എന്നൊരു വാർത്ത പരന്നു. ഇത് ഹിന്ദു മുസ്ലിം സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും മീററ്റിൽ വെച്ച് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമാവുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് മീററ്റിൽ വെച്ചാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഒന്ന്, നിസ്സഹകരണ പ്രസ്ഥാനമാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. 1920 റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നിവയ്ക്ക് എതിരെ ഗാന്ധിജി ആരംഭിച്ച ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ഇത്. ഒരു ദേശീയ പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കും റൗലറ്റ് ആക്ടിനുമെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആണ് ഗാന്ധിജി ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സർക്കാർ പദവികൾ ഉപേക്ഷിക്കുക, സ്കൂളുകളും കോടതികളും ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു സമരരീതി. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സർക്കാർ പദവികൾ ഉപേക്ഷിക്കുക, സ്കൂളുകളും കോടതികളും ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു സമരരീതി. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് അക്രമം ഉണ്ടായപ്പോൾ ഗാന്ധിജി ഈ സമരം പിൻവലിച്ചു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്നു. തുടർന്ന് ഗാന്ധിജി ഈ സമരം പിൻവലിക്കുന്നുണ്ട്. മറ്റൊന്ന് ഉപ്പ് സത്യാഗ്രഹമാണ്, നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയും. 1930 കേട്ടോ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉപ്പ് നികുതിക്കെതിരെ ഗാന്ധിജി നടത്തിയ പ്രശസ്തമായ സമരമാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉപ്പ് നികുതിക്ക് എതിരെയാണ് ഗാന്ധിജി നടത്തിയ സമരമാണിത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് 78 അനുയായികളുമായി ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് അദ്ദേഹം പദയാത്ര. അപ്പോൾ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് 78 അനുയായികളുമായിട്ട് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി യാത്ര പോയി. പദയാത്രയായിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 6 ദണ്ഡിയിൽ വെച്ച് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. രാജ്യമൊട്ടുക്കും ജനങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളായി. ക്വിറ്റ് ഇന്ത്യ സമരമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാർ ഉടൻ തന്നെ ഇന്ത്യ വിട്ടു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ വലിയ ജനകീയ സമരമാണ്. ബ്രിട്ടീഷുകാർ ഉടൻ തന്നെ ഇന്ത്യ വിട്ടു പോകണം, ക്വിറ്റ് ഇന്ത്യ, ഇതായിരുന്നു എൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഗാന്ധിയുടെ അവസാനത്തെ ഒരു ജനകീയ സമരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാതിന്. ഈ സമരത്തിലാണ് അദ്ദേഹം ജനങ്ങൾക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊരു വിഖ്യാതമായ സന്ദേശം നൽകിയത്. പ്രധാന നേതാക്കളെല്ലാം സർക്കാർ ജയിലടച്ചെങ്കിലും രാജ്യമൊട്ടുക്കെ വൻ ജനകീയ പ്രതിഷേധങ്ങൾ അലയടിക്കുകയുണ്ടായി. അക്ഷരകളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. സാങ്കേതികമായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കാം. നമ്മളിന്ന് ലൈവ് ക്ലാസ് എടുത്തിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. എല്ലാവരും അത് കേൾക്കുക. അക്ഷരകളിലെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. പ്രധാനപ്പെട്ട എസ് എ ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഗാന്ധിജിയുടെ എസ് എ. ഞങ്ങൾ ഏറ്റവും ഷോർട്ടാക്കി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വേറെ ക്ലാസ്സിൽ ഇട്ട് തന്നിട്ടുള്ളതാണ്. അതും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഗാന്ധിജിയുടെ എസ് എ എല്ലാവരും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരവും പഠിച്ചിരിക്കണം. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് എല്ലാവർക്കും A+ കിട്ടാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.